AMMയുടെ ഭരണസമിതി ഒന്നടങ്കം രാജിവെച്ചു. എന്നിട്ട് പലരും പല പ്രസ്താവനകളും പറയുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആശ്വാസമുണ്ട്. ഇനി കുൽസിത കഥകൾ കേൾക്കേണ്ടി വരില്ലല്ലോ എന്നുള്ളത്. ഇനി അഡ്ഹോക് കമ്മിറ്റിയാണ് ഭരണം നിയന്ത്രിക്കുക എന്നും പറയുന്നുണ്ട്. എന്തായിരിക്കും ഇനി അമ്മയിൽ സംഭവിക്കുക? AMM എന്ന് പറഞ്ഞ സംഘടന ഇതുപോലെയൊക്കെ തന്നെ നടക്കും. അല്ലാതെ ഇതിന് അവിടെ എന്താണ്ട് വലിയ മഹത്തായ എന്തെങ്കിലും കാര്യം നടക്കുന്നില്ല. അതൊരു ക്ലബ്ബാണ്. ഒരു ചീഞ്ഞളിഞ്ഞ ക്ലബ്ബാണ്. ആ ക്ലബിന്റെ ലെവലിൽ അതിനെ കണ്ടാൽ മതി. ഒന്ന്. ഇനി രണ്ടാമത്തെ കാര്യം താങ്കൾ പറഞ്ഞ പോലെ ഇപ്പൊ ഏറ്റവും വലിയൊരു ഗുണം ഉണ്ടായിട്ടുണ്ടെന്ന് വെച്ചാൽ AMMയിൽ നിന്ന് നിരവധി ആളുകൾ അവരുടെ പ്രാഥമിക അംഗത്വം രാജിവെച്ചു. ഉം. അതായത് ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയുന്നത് ലക്ഷ്മിപ്രിയയുടെ രാജ്യം. ശരിക്കും പറഞ്ഞാൽ AMM ഇനി ഒരടി മുന്നോട്ട് പോകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ലക്ഷ്മിപ്രിയ അവരുടെ അംഗത്വം മാത്രമല്ല അവരുടെ പ്രാഥമിക അംഗത്വം കൂടി രാജിവെച്ചു. ഉം. ഈ രാജിവെച്ചുകൊണ്ട് എനിക്ക് വലിയൊരു ഭയവും കൂടിയുണ്ട്. കാരണം എന്താ എന്ത്? വെച്ചാൽ ഇനി അവർ 2020 ആക്റ്റീവ് ആവുകയും അടുത്ത തവണ ഇവിടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് MLA മന്ത്രിയോ ഒക്കെ ആവും എന്നുള്ള പേടി കൂടി ഇരിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ഒരു സെക്രട്ടറിയേറ്റ് രാജിവെച്ചു, ഇനിയിപ്പോ വേറെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി വേണമല്ലോ. ഒരു അപ്പൊ ലവണം വേണം. ലാവണം വേണമല്ലോ. അപ്പൊ അതുകൊണ്ട് അതാവുക എന്നുള്ള പേടിയുണ്ട്. പിന്നെ ശ്വേതാ മേനോനൊക്കെ രാജിവെച്ചിട്ടുണ്ട്. പാവയായിരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്നാണ് പറയുന്നത്. മുൻപ് ചില വനിതാ അംഗങ്ങൾ ആരോപിച്ചതുപോലെ സംഘടന കുറ്റാരോപിതർ പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. അജണ്ട വെച്ച് എന്നെ പുറത്താക്കാനുള്ള ശ്രമമാണ് നടന്നത്. യോഗം തുടങ്ങും മുമ്പ് അവിശ്വാസ പ്രമേയത്തിൽ അംഗങ്ങളെ ഒപ്പിടിച്ചത് ഇതിന് തെളിവാണ്. ബാബുരാജ് ഭാരവാഹി ആയിരുന്നപ്പോഴുള്ള ഉള്ള കണക്കിലാണ് കുഴപ്പം. തട്ടിപ്പ് പുറത്തായപ്പോൾ എന്റെ കമ്മിറ്റിയിലെ ട്രഷറർ ഓടി രക്ഷപ്പെട്ടു. ഉണ്ണി ശിവപാൽ ഓടി രക്ഷപ്പെട്ടു എന്നാണ് പറഞ്ഞത്. പിന്നെ ഒരു കാര്യം ബാബുരാജൊക്കെ പറയുന്നതിനാണ് ശ്വേത മറുപടി പറയേണ്ടത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതെന്ന് വെച്ചാൽ 67 ലക്ഷം രൂപയുടെ കണക്കുകൾ ഇതിനകത്തില്ല എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. പിന്നെ ഇതിന്റെ പിന്നിൽ ഇതൊക്കെ പറയുമ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ അടിവരായിട്ട് പറയണം കേട്ടോ. അത് അണ്ടർലൈൻ ചെയ്ത് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കേൾക്കണം. ഇതിന്റെ പിന്നിൽ ഒരു തന്ത്രവും കൂടിയുണ്ട്. ഇതിനു മുമ്പ് അവിടെ ഇതുപോലെയൊക്കെ തന്നെ ഉഴപ്പും വേഷം കെട്ടും അഴിമതിയൊക്കെ തന്നെയാണ് നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഈ സ്ത്രീകൾ അധികാരത്തിലെത്തിയപ്പോ കണ്ട സ്ത്രീ കാർഡ് ഇടയ്ക്ക് കളിച്ചിട്ടാണ്. അതുകൊണ്ട് അവരെ കൊണ്ടൊന്നും നടക്കില്ല എന്നുകൂടി പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ളവർക്ക് അധികാരത്തിലേക്ക് വരാനുള്ള ഒരു പദ്ധതി കൂടിയാണ്. അത് ബാബുരാജ് ഇന്നലെ പറഞ്ഞു. ആ, ലേഡീസ് കാർഡ് ഇറക്കി അത് തന്നെ. കളിക്കായിരുന്നു. അതൊക്കെ തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ള തന്ത്രം എന്ന് പറഞ്ഞത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ചിലപ്പോൾ നമ്മൾ വിചാരിക്കില്ല. ഇപ്പൊ ഒരാളെ ഇരുത്തി കഴിഞ്ഞാൽ അയാൾ മോശമാണ് എന്ന് തെളിയിക്കാനായിട്ട് ഈ സോക്രട്ടീസിന്റെ ഒരു കഥയുണ്ട്. അതായത് സോക്രട്ടീസിന്റെ ഒരു കഥയിൽ സോക്രട്ടീസ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് വണ്ണം കൂടുതലാണ് എന്ന് ഒരാൾ പറയുമ്പോഴേക്കും സോക്രട്ടീസ് വണ്ണം കുറവാണ് എന്ന് പറയുമ്പോഴേക്കും സോക്രട്ടീസ് അതിനേക്കാൾ മെലിഞ്ഞിട്ടുള്ള ഒരാളെ വിളിച്ച് അടുത്തിരുത്തിട്ട് ചോദിക്കുന്നുണ്ട്, ഇപ്പൊ ആർക്കാണ് വണ്ണം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ ഒരു കമ്പാരിസൺ ആണ്. ആ കമ്പാരിസണിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടവേള ബാബു ഒക്കെ തന്നെ മോശമായിരുന്നു എന്ന് നമുക്കറിയാം. പക്ഷെ ഇപ്പൊ സത്യം പറഞ്ഞ ഇടവേള ബാബു ആയാൽ മതിയായിരുന്നു വിചാരിച്ചു. ഇതിലും ഭേദം. ഭേദം എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ തമ്മിൽ ഭേദം ആരാണ് എന്നുള്ള ഒരു ചോദ്യത്തിലേക്ക് ഇവർ എന്ത് ചെയ്തു, എത്തിച്ചു എന്നുള്ളതാണ്. ആ ചോദ്യത്തിലേക്ക് ബോധപൂർവ്വം എത്തിച്ചതാണ്. പ്ലസ് ഇവരുടെ കയ്യിരിപ്പും വേഷം കെട്ടുമൊക്കെ ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. ഇപ്പൊ തന്നെ നിങ്ങൾ അറിയേണ്ടത് ഗോകുലം പാർക്കിൽ ഇവർക്ക് ഫ്രീ ആയിട്ട് നടത്താനായിട്ട് ഹോളൊക്കെ വിട്ടുകൊടുക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ എന്നിട്ട് ഇവര് 4 ലക്ഷം രൂപ കൊടുത്ത് വേറെ എവിടെയോ എടുത്തു എന്നോ അല്ലെങ്കിൽ 4 ലക്ഷം രൂപ കൊടുത്ത് ഹോൾ എടുത്തു എന്നൊക്കെ പറയണം. എന്താണെങ്കിലും ഒരു കാര്യം വളരെ കൃത്യമാണ്. കഴിഞ്ഞ ഈ ഞാൻ വിശ്വസിക്കുന്നത് ജഗദീഷു എന്ന് പറഞ്ഞതാണ്. ഉള്ളതിൽ കുറച്ച് കുഴപ്പമില്ലാത്ത ഒരാൾ ജഗദീഷാണ്. ജഗദീഷു എന്ന് തുറന്നു പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഈ കണക്കുകൾ കൃത്യമായി അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ അവതരിപ്പിക്കാൻ കഴിയാത്ത ഒരു ജനറൽ ബോഡിയായിട്ട് എടുക്കാൻ കഴിയില്ല. അത് വലിയ വീഴ്ചയാണെന്നാണ്. കണക്കുകൾ കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. കാരണം എന്താ, ഉണ്ണി ശിവപാലി ഓടി രക്ഷപ്പെട്ടായിരുന്നു. കാരണം ഉണ്ണി ശിവപാലിനെ ഇവര് പിടിച്ച് പുറത്താക്കുമ്പോൾ അവിടെ ട്രഷറർ എന്താണ് കണക്ക് എന്താണെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നോക്കണമായിരുന്നു. അത് നടന്നില്ല. പിന്നെ അൻസിബ ഹസൻ വലിയ സന്തോഷത്തിലാണ്. അതേസമയം ലക്ഷ്മി പ്രിയയും ശ്വേതാ മേനോനും ഒക്കെ സന്തോഷത്തിലല്ല. ഈ കഴിഞ്ഞ 10-34 കൊല്ലത്തെ AMM എന്ന് പറഞ്ഞ ക്ലബിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പ്രസ്ഥാനം ഇങ്ങനെ ഇതിനിടയില് ബാബുരാജ് വന്ന് കൊടുക്കുന്ന ബൈറ്റിൽ ബാബുരാജ് പറയുന്നുണ്ട് എന്താണ് കുക്കു പരമേശ്വരനായിട്ട് നേരത്തെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. ഇപ്പൊ ഒരുമിച്ച് രാജിവെക്കാൻ വന്നപ്പോ കുക്കു പരമേശ്വരനും കുക്കുവും ശ്വേതയും കൂടെ ഒരുമിച്ച് സമരസപ്പെട്ട് ഇരിക്കുന്നതൊക്കെ കണ്ടു. അപ്പൊ ഇതൊക്കെ ആരെ പറ്റിക്കാനാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അല്ല, ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് പറയുന്ന പോലെ ഉള്ളൂ. അല്ലാതെ ഇവര് രണ്ടുപേരും തമ്മിൽ വലിയ വിയോജിപ്പായിരുന്നു എന്നുള്ള കാര്യത്തിലൊന്നും ഒരു തർക്കൂല. ഇതിനിടയിൽ ഇടപെട്ടിട്ടുള്ള ആളുകളൊക്കെ തന്നെ വലിയ പ്രശ്നങ്ങളിലായിരുന്നു. ഇവര് തമ്മിൽ വലിയ വിയോജിപ്പുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിലൊന്നും തർക്കൂല. പക്ഷേ ഈ ഭരണസമിതി അങ്ങനെ തന്നെ പിരിച്ചുവിടുന്നു എന്നുള്ളതൊന്നും ഇവര് ആരും വിചാരിച്ചില്ല. ഇപ്പൊ തന്നെ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരുമെന്ന് ഇവരാരും വിചാരിച്ചില്ല. അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയും AMMയിലെ സംഘടനയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ
പങ്കെടുക്കുകയും ചെയ്തിട്ടുള്ള ഒരു ജനറൽ ബോഡിയാണിത്. കാരണം വെച്ചാൽ ഇന്ന് അവിടെ അടിയുണ്ടാവും, വാ നമുക്ക് പോയി കാണാം എന്നുള്ളതൊക്കെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്. പിന്നെ ക്യാമറയിൽ പെടുക എന്നുള്ളതാണ് ഇവരുടെ എല്ലാ ഉദ്ദേശം. അപ്പൊ അതുകൊണ്ട് ഇവർ പലരും കടം മേടിച്ച വണ്ടിയൊക്കെ ആയിട്ട് വന്ന, കാരണം വണ്ടിയൊക്കെ വന്ന് ക്യാമറയിൽ എടുക്കും എന്നുള്ളത് ഇവർക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഇതിൽ ഒരു കാര്യമുണ്ട്, ഇവരുടെ ഭാഗത്ത് ഒരുപാട് തെറ്റുകളുണ്ട്. അതുകൊണ്ട് ഇവരാർക്കും നമുക്ക് ന്യായീകരിക്കാനൊന്നും പറ്റില്ല. ഇപ്പൊ ദല്ലാൽ നന്ദകുമാറിന്റെ അടുത്ത് പണം മേടിച്ച് എന്തിനാണ് എന്നുള്ള ചോദ്യത്തിന് ശ്വേതയ്ക്ക് ഇപ്പോഴും മറുപടിയില്ല. ഈ 67 ലക്ഷം രൂപയുടെ കണക്ക് എന്താണ് എന്ന് ചോദിക്കുന്നതിന് ശ്വേതയ്ക്ക് മറുപടിയില്ല. അപ്പൊ പിന്നെ നമുക്ക് ശ്വേതയോടൊപ്പം നിൽക്കാൻ പറ്റും? പിന്നെ ശ്വേത പ്രസിഡന്റ് ആണെങ്കിൽ ശ്വേത അവിടെ പ്രസിഡന്റ് ആയിട്ടുള്ള ഒരു കാര്യവും ചെയ്ത് നോക്കിയിട്ടില്ല. വെറുതെ ഷോ ഇറക്കി മറ്റേ സ്പെക്സും വെച്ച് കണ്ണടയും വെച്ച് അങ്ങോട്ട് വരുന്നു, എന്നിട്ട് വായി തോന്നി എന്തെങ്കിലും ഡയലോഗ് വിളിച്ചു പറയുന്നു, അതിൽ അല്പം ഇംഗ്ലീഷ് കലർത്തുന്നു എന്നുള്ളതല്ലാതെ ഒന്നും പറ്റിയില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ചിരി വന്നൊരു കാര്യം കൂടിയുണ്ട്. ഇവർക്കൊക്കെ എന്ത് വിഷമായിരുന്നു അറിയാമോ? AMM എന്ന് പറയുന്ന സംഘടന അമ്മയെന്ന് വിളിച്ചില്ലെങ്കിൽ ഞങ്ങൾ വരില്ലെന്നാണ് അൻസിപ്പ പറഞ്ഞുകൊണ്ടിരുന്നത്. ആരുടെ അടുത്ത്? ഇല്ല, സ്മൃതി പരുത്തിക്കാടിന്റെ അടുത്ത്. അതുപോലെ നിങ്ങൾ തന്നെ ആക്കുകയാണോ ഊക്കുകയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ശ്വേത സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇത് ഏറ്റവും വലിയൊരു കോമഡി കൂടി പറയാം. ഈ ശ്വേതാ മേനോനൊക്കെ അധികാരത്തിലേറിയപ്പോ പണ്ട് മറ്റേ ആക്രമിക്കപ്പെട്ട നടിയടക്കം എല്ലാവരെയും ഈ സംഘടനയിലേക്ക് എടുക്കുമെന്നാ പറഞ്ഞത്. അപ്പോ സംഘടനയുടെ സ്വഭാവം കൊണ്ട് ഇപ്പൊ ഇവർക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടു, ഇവരും കൂടി പുറത്തായി. ഇനി ഇവരാരും സംഘടനയിലേക്ക് തിരിച്ചെടുക്കുക എന്നുള്ള പ്രശ്നം. ഒന്ന് ആലോചിച്ച് നോക്കി. ഇവർക്കൊന്നും അവിടെ ഒരു വിലയൊന്നുമില്ല. അവരിനി ഇന്ത്യ AMMയുടെ പ്രസിഡന്റ് ആയാലും സെക്രട്ടറി ആയാലും ഒക്കെ ഇത്രയൊക്കെ തന്നെയുള്ളു. ആ സംഘടനയുടെ നിയന്ത്രണം എന്ന് പറയുന്നത് ആ ഇൻഡസ്ട്രിയുടെ നിയന്ത്രണം ആർക്കാണോ അവരുടെ കയ്യിലുകളിലാണ്. ഇൻഡസ്ട്രിയുടെ നിയന്ത്രണം എന്ന് പറയുന്നത് അത് മോഹൻലാലിന്റെയും ഈ പറയുന്ന മമ്മൂട്ടിയുടെയും പിന്നെ ഈ പറയുന്ന പൃഥ്വിരാജിന്റെയും കുഞ്ചാക്കോ ബോബന്റെയും അതുപോലെയുള്ള നായക താരങ്ങളുടെ ഇടക്കാണ്. അവരാരും ഈ അഭിഞ്ഞ കേസിന് വരാറില്ല. പൃഥ്വിരാജൊന്നും അങ്ങോട്ട് ചെരുപ്പ് പോലും കടത്തി വിട്ടിട്ടില്ല. പുള്ളിനല്ല ഞാൻ പറഞ്ഞത്, പുള്ളിയുടെ ചെരുപ്പ് പോലും അതിൻ്റെ അകത്തേക്ക് കയറാൻ പുള്ളി സമ്മതിച്ചിട്ടില്ല. കാരണം ഇതൊക്കെ വെറും വേസ്റ്റ് ഓഫ് ടൈം ആണ്, എനർജി ആണെന്നുള്ളത് പുള്ളിക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം ഇവിടെ വന്നാലുള്ള ഈ അലന്ന കേസുകൾ മുഴുവൻ കയറി പിടിക്കണം എന്നുള്ളത് പുള്ളിക്ക് കൃത്യമായിട്ട് അറിയാം. പിന്നെ മാനനഷ്ട കേസ് എന്തായി? എന്റെ പൊന്നു പ്രജിത, മാനനഷ്ട കേസ് എങ്ങാനും കൊണ്ട് കൊടുത്ത കോടതി ചോദിക്കും. നിങ്ങൾ മറ്റേ അയച്ച മെസ്സേജ് എന്താണെന്ന് ചോദിക്കും. ആ മെസ്സേജ് കാണിക്കണം. അപ്പൊ ഈ മെസ്സേജിന്റെ പിന്നിലുള്ള കഥ എന്താണെന്ന് ചോദിക്കും. പിന്നെ എള്ളമാനം പിടിച്ചു നിൽക്കുമോ അതോ കപ്പൽ കയറുമോ എന്നൊക്കെ അന്നേരം അറിയാൻ പറ്റുള്ളൂ. അല്ലെ, കാര്യമായിട്ട് ഞാൻ പറയുന്നത്. ഇതൊക്കെ നമ്മുടെ മുമ്പിൽ നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഇപ്പൊ അഭയ കേസിൽ സിസ്റ്ററെ കോടതി ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചു. അപ്പൊ ചോദിച്ചു, നിങ്ങൾ കന്യകയാണോ? അല്ല. ഓക്കെ, അത് കുഴപ്പമില്ല, എത്ര തവണ? അപ്പൊ പിന്നെ വിരലൊക്കെ എണ്ണിയിട്ട് പിന്നെ ജഡ്ജിയുടെ കയ്യിലെ വിരലൊക്കെ കൂടി എണ്ണിയപ്പോ ജഡ്ജി പറഞ്ഞ് നിർത്തിക്കോ, മതി, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇത് നമ്മുടെ ഇവിടെ നിന്നുള്ള മറ്റേ പുള്ളി, അതായത് മറ്റേ ശബരിമല തന്ത്രി, മറ്റേ കണ്ഠരര് മോഹനരുടെ മറ്റേ മകൻ ശോഭ ജോണിന്റെ അടുത്ത് കേസിന് പോയി. കേസാകുമ്പോ തലവേദനയായി പോയി. പുള്ളിയെടുത്ത് ചോദിച്ചു, സംസ്കൃതം എന്തെങ്കിലും അറിയാമെന്ന് ചോദിച്ചു. ഒന്നും അറിയാം. വാതർന്ന് പറയണമെന്ന് പറഞ്ഞു. അപ്പൊ ഒന്നും അറിയില്ല. പൂജാവിധികൾ എന്തെങ്കിലും അറിയാം? അതൊന്നും അറിയില്ല. ഇതൊക്കെ രേഖപ്പെടുത്തപ്പെട്ട് ഇനിയിപ്പൊ ഞാൻ പറഞ്ഞാലും പുള്ളിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആര്? നമ്മുടെ രാഹുൽ ഈശ്വരന്റെ അമ്മാവന്റെ കേസാണ് ഈ പറയണത്. പുള്ളിയായിരുന്നു ശബരിമല തന്ത്രി. പൂജക്കോണേന് 3 ലക്ഷം രൂപ ഒക്കെ മേടിച്ചുകൊണ്ടിരുന്ന. പൂജാവിധി അറിയില്ല, മറ്റേ സംസ്കൃതം അറിയില്ല, ഒരു കാര്യം അറിയില്ല, ഒന്നും അറിയില്ല. അപ്പൊ ഇതുപോലെയുള്ള ആളുകളായി എക്സ്പോസ്ഡ് ആകും മറ്റേ ഇതിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ, ഈ കേസും ഒക്കെ ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് കേസൊന്നുമായിട്ട് ദൈവം ചെയ്ത് പോകരുത് എന്നുള്ളത് അവരോട് പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ എന്നെ വിളിക്കും, ഞാൻ പറഞ്ഞു കൊടുക്കുക കാര്യങ്ങൾ കൃത്യമായിട്ട്. നിന്നതൊക്കെയാണ് കാര്യം. നമ്മൾ കൂടുതൽ എന്ത് ചെയ്യും, പ്രശ്നത്തെ എടുത്ത് ചാടരുത്. നമ്മൾ വളരെ ഒളിച്ചു പിടിക്കാൻ ഒരുപാടുള്ളവരൊന്നും എന്ത് ചെയ്യരുത്, വലിയ ചൗര്യം കാണിക്കരുത്. അത് വളരെ പതുക്കെ പോണം. ഇന്നലെ ലക്ഷ്മിപ്രിയയുടെ ഒക്കെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്തോ അലറി വിളിച്ച് ശപിക്കുന്നത് പോലെയൊക്കെയാണ് പറയുന്നത്. സത്യത്തിൽ ഇവരുടെയൊക്കെ ഈ പേഴ്സണൽ, സാറ് പറഞ്ഞ പേഴ്സണൽ കുളിസിതങ്ങൾ എന്തിനാണ്? അല്ല, ഇവര് ഇനിയെങ്കിലും ഇത് എനിക്ക് നേരിട്ട് കേൾക്കാതിരുന്നാ മതി. അറിയാവുന്ന ഒരു കാര്യം ഞാൻ താങ്കളോട് പറയാം. എനിക്ക് നേരിട്ട് അറിയാവുന്ന, നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ ഇവർ വന്നു ഒരു തവണ. ഈ സൂപ്പർ മാർക്കറ്റിൽ ഇവർ വന്നപ്പോൾ ഇവരുടെയൊക്കെ ഒരു രീതി ഒന്ന് മനസ്സിലാക്കണം കേട്ടോ. ഒരു സൂപ്പർ മാർക്കറ്റിൽ അവർ വന്നപ്പോൾ ഈ ക്യാഷ് മേടിക്കുന്ന കൗണ്ടറിന്റെ അവിടെ AC ഇല്ലായിരുന്നു. AC-ക്ക് ഒരു കംപ്ലൈന്റ് ആയിട്ട് അവിടെ AC ഇല്ലാതായി പോയതാണ്. അല്ലാതെ രാവിലെ വന്നിട്ട് ആരും ഇവർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ AC ഇല്ലാതല്ല. ഇവർ കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴേക്കും പറഞ്ഞാൽ ഇവർ പിന്നെ പൊട്ടിത്തെറിക്കാണ് ഉണ്ടായിട്ടുള്ളത്. AC ഇല്ലാതെ എനിക്കിവിടെ നിൽക്കാൻ പറ്റുമോ, നിങ്ങളെന്ത് പോക്കൃത്തരാണ് ഈ കാണിക്കുന്നത്, യു ബ്ലഡി ഫൂൾസ് എന്നൊക്കെ പറഞ്ഞ് ഇവർ പൊട്ടിത്തെറിക്കാണ് ഉണ്ടായിട്ടുള്ളത്. ലക്ഷ്മിപ്രിയ. പിന്നെ ഇവര് കുറച്ചു നാൾ മുമ്പ് KSFക്കെതിരെ KSF എന്നെ വഞ്ചിച്ചു എന്നൊക്കെ പറഞ്ഞു. KSF, കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ, ഇവരെ എന്ത് ചെയ്തു? എന്തൊക്കെയാണ് ഇവർ ഈ കിടന്ന് പറയുന്നത്?
മാനനഷ്ട കേസ് കൊടുക്കുമ്പോ ആദ്യം മാനമുണ്ട്, പിന്നെ അത് രണ്ടാമത് നഷ്ടപ്പെട്ടു. ഇതൊക്കെ വലിയ തലവേദന പിടിച്ച കാര്യങ്ങളാണ്. ഇനി സത്യസന്ധമായ ഒരു കേസ് കൊണ്ടേ കൊടുത്താൽ പോലും അത് വിജയിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാലാണ്. ഒന്നാമത്തെ 90 ലക്ഷം 1.5 കോടി കേസുകൾ കെട്ടിക്കിടക്കുകയാണ് അവിടെ. ഇപ്പൊ ഇതിലെ സിഖ് കൂട്ടക്കൊലക്ക് പോലും വിധി വന്നേക്കണ 25 കൊല്ലം കഴിഞ്ഞിട്ടാണ്. നിങ്ങൾ ആലോചിക്കുക, 25-30 കൊല്ലം കഴിഞ്ഞിട്ടാണ് സിഖ് കൂട്ടക്കൊലക്ക്. ഉം. അന്നേരമാണ് മറ്റേ മാനനഷ്ട കേസിന് വിധി. അപ്പൊ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യം എനിക്ക് വളരെ സംതൃപ്തിയുണ്ട്. അതെന്താന്ന് വെച്ചാൽ മറ്റേ WCCയിലെ കുറെ ആളുകൾ ഇതിൽ നിന്ന് പുറത്താക്കിയിരുന്നു. അവര് അന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും തന്നെയാണ് ഇപ്പൊ ഇവര് വന്നിട്ട് പറയുന്നത്. ആര്? ശ്വേതാ മേനോൻ, അൻസിബ ഹസൻ. അൻസിബ ഹസൻ ഇടക്ക് പറഞ്ഞു, ഇനിയിപ്പോ പറയുമെന്ന് അറിയില്ല. അൻസിബ, ശ്വേതാ മേനോൻ, കുക്കു, പിന്നെ ലക്ഷ്മി പ്രിയ, എല്ലാരും പറയുന്നത് ഇത് ഞങ്ങളെ മറ്റേ താറടിച്ച് പുറത്താക്കാനുള്ള ശ്രമമാണ്, ഞങ്ങളെല്ലാരും അംഗത്വം രാജിവെക്കും. ഇനി അടുത്ത പ്രസിഡന്റ് വന്നിട്ട് മിക്കവാറും പറയാൻ പോണ കാര്യം എന്താ വെച്ചാൽ ഞങ്ങള് ലക്ഷ്മി പ്രിയയെയും ശ്വേതാ മേനോനൊക്കെ തിരിച്ചു കൊണ്ടുവരുന്നതാണ്. ഇതേ വാചകമാണ് ഇവരും പറഞ്ഞത്. ഏത്? ഉം. ആക്രമിക്കപ്പെട്ട നടിയെ എന്ത് ചെയ്യുന്നു? എല്ലാവരെയും തിരിച്ചെടുക്കുന്നു. ഇനി ഇവരെ തിരിച്ചെടുക്കാൻ ആര് വരും എന്നുള്ളതാണ്. എനിക്ക് ലൂസിഫർ സിനിമയിലെ ഒരു ഡയലോഗാണ് എനിക്ക് ഓർമ്മ വന്നത്. നിന്നെ രക്ഷിക്കാൻ രാംദാസ് ഇല്ല എന്ന് പറയുന്നത്. അപ്പൊ മോഹൻലാൽ തിരിച്ചു വയ്ക്കുന്നുണ്ട്, നിന്നെ രക്ഷിക്കാൻ ആരുണ്ടടാന്ന് ചോദിക്കുന്നത്. അപ്പൊ സത്യത്തിൽ ഇനി ഇവരെ തിരിച്ചെടുക്കാൻ ആര് എന്നുള്ളതാണ്. പിന്നെ ഒരു അഡ്ഹോക്ക് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിപ്പോ എന്താണെങ്കിലും രമേശ് പിഷാരടിയുടെ നേതൃത്വത്തിലുള്ള അഡ്ഹോക്ക് കമ്മിറ്റിയാണ്. ഇനി അഡ്ഹോക്ക് കമ്മിറ്റി തന്നെ ഈ കണക്കുകളിൽ പോട്ട കണക്കില്ലാത്ത കാശൊക്കെ എന്ത് ചെയ്യും? അതൊക്കെ എഴുതി തള്ളിയിട്ട് എന്ത് ചെയ്യണം? ഉം. വെറുതെ കിട്ടിയ കാശാണല്ലോ. നന്ദകുമാറിനെ നിന്നൊക്കെ വെറുതെ മേടിച്ച ഉം. 75 ലക്ഷം രൂപയാണ്. പല കിംവദന്തികളും കേൾക്കുന്നുണ്ട്. ഇവരിൽ പലർക്കും ബോംബെയിൽ പല ബിസിനസ് ഉണ്ടെന്നും അതുമായി ബന്ധപ്പെട്ട ബന്ധമാണ് ഈ പറയുന്ന നന്ദകുമാറായിട്ടുള്ളതെന്നൊക്കെയുള്ള പല ആരോപണങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലുണ്ട്. അതുകൊണ്ട് ഇത് ആകെപ്പാടെ ഒരു അറിഞ്ഞ കേസാണ്. ഇപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മറ്റേ ഇവരുടെ നിലപാടാണ്, മറ്റേ നമ്മുടെ ബിഗ് ടിവിയുടെ. അതെ. കാരണം എന്ന് വെച്ചാൽ ഇനി ഈ ജനങ്ങളെ ബാധിക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട്, ഈ അവിഞ്ഞ കേസുകൾക്ക് ഞങ്ങളില്ല. അങ്ങനെ എല്ലാവരും എഴുതിയേക്കണം. പക്ഷെ ഞാൻ എൻ്റെ ഭാഷയിൽ കൃത്യമായിട്ട് പറഞ്ഞാണ്, ഈ അവിഞ്ഞ അലർന്ന കേസുകൾക്ക് ഞങ്ങൾ ഇതില്ല, റിപ്പോർട്ട് ചെയ്യാൻ ഇല്ല. നമ്മുടെ ഇവിടുത്തെ ചില യൂട്യൂബേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അവരുടെയൊക്കെ അഭിനയമാണ് ഏറ്റവും ബെറ്റർ. ഇവരെക്കാൾ നല്ല അഭിനയം അവരാണ്. കാരണം വളരെ ഗംഭീരത്തോടെ. അപ്പോൾ അമ്മയുടെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? പിന്നെ ഈ കേരളത്തെ ബാധിക്കുന്ന പ്രശ്നമല്ല ഇത്. ശരിക്കും പറഞ്ഞാൽ മറ്റേ നമ്മുടെ മഴയത്ത് മുമ്പ് എന്ന് പറഞ്ഞ സിനിമയിൽ ശ്രീനിവാസൻ പറയുന്ന ഡയലോഗാണ് ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്. ശ്രീനിവാസൻ പറയുന്നുണ്ട്, അവിടെ അലറി വിളിച്ചു കീറുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞ്. മറ്റേ ഇവര് ആനയൊക്കെ താമസിക്കുന്ന ഉം. വീട്ടിലൊരു അപ്പൊ ആ വീടിനങ്ങോട്ട് തീ പിടിച്ചു എന്ന് തന്നെ വിചാരിക്കും. നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. സത്യം പറഞ്ഞതാണ്. അല്ലാതെ ഇതിലൊന്നും വലിയ കാര്യമായിട്ട് എന്ത് ചെയ്യില്ല. ഇപ്പൊ തന്നെ മാധ്യമങ്ങളിലൊക്കെ ഭയങ്കര വാർത്ത അഡ്ഹോക്ക് കമ്മിറ്റി വെച്ചു. പിന്നെ അഡ്ഹോക്ക് കമ്മിറ്റി വെച്ചെന്ന് പറഞ്ഞാൽ ആര്? ഇനി രമേശ് പിഷാരടി അവിടെ നിന്ന് ഈ രാജ്യം, കേരള രാജ്യം ഭരിച്ചങ്ങോട്ട് നന്നാക്കാൻ പോകണം. ആകെ 503 പേരുള്ള ഒരു മെമ്പർ, അതിൽ തന്നെ ഏതാണ്ട് 5-8 പേര് പോയി. രാജിവെച്ച് ഇനി ബാക്കി 497 പേര് ഇവരുടെ കാര്യം ചിന്തിക്കാറുണ്ട്. എന്നിട്ട് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭയങ്കര ചാരിറ്റിയാണ്, എല്ലാവർക്കും കൈനീട്ടം കൊടുക്കുന്നു, കൈനീട്ടം കൊടുക്കുന്നു. ഇതൊന്നും വെറും വേഷം കെട്ടാണ് ഇതൊക്കെ. ഗവൺമെന്റ്, ഈ കേരള ഗവൺമെന്റ് വിചാരിച്ച് കൊടുക്കാൻ പറ്റാത്ത കാര്യമാണിത്. കൊടുക്കാൻ പറ്റാത്ത കാര്യമാണ്. 5000 രൂപ 10-200 പേർക്ക് കൊടുക്കാൻ പറ്റാത്ത കാര്യമാണിത്. എന്നിട്ട് പറഞ്ഞു അത് മുടങ്ങരുത്, അത് മുടങ്ങരുത്. അത് മുടങ്ങാതിരിക്കാൻ വേണ്ടി AMM അവിടെ ശരിക്കും പറഞ്ഞ് AMMയുടെ കഥകൾ പ്രചരിക്കുന്നതുകൊണ്ട് തന്നെ ഈ നാട്ടിൽ വലിയ തലവേദനയുണ്ട്. പിന്നെ ഏതെങ്കിലും ഒരു സംഘടന കേട്ടിട്ടുണ്ട? നാളെ കേരള ഗവൺമെന്റ് അങ്ങനെ ഒരു തീരുമാനം എടുത്ത് എന്തായിരിക്കും? സാമൂഹ്യക്ഷേമ പെൻഷൻ തരും, പക്ഷെ പെൻഷൻ തന്നവർക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? ഇവരുടെ മറ്റേ കൈനീട്ടം മേടിച്ചാൽ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല. വോട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾ വെറും ഉം. ഈ രാജ്യത്തെ പൗരല്ലാതെ വോട്ടിലെ കൂട്ടർ അല്ല, അതല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ പറ്റില്ലേ? AMMലൊക്കെ ഉണ്ട്, പക്ഷെ നിങ്ങൾ എന്തല്ല. സത്യം പറഞ്ഞ അവിടെ മറ്റേ കുറച്ച് ക്യാരം ബോർഡും മറ്റേ ചെസ്സും ബാക്കിയുള്ളതും പിന്നെ വേറെ എന്തെങ്കിലും കളികളൊക്കെ ഉണ്ടെങ്കിൽ അതുമൊക്കെ പറഞ്ഞ് നടത്തുവാന്നല്ലാതല്ല ഈ ക്ലബിനെ കുറിച്ചൊന്നും ഇവിടെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാ തവണയും മറ്റേ ഇങ്ങനെ വരുന്നു, ഓരോ മറ്റേ മീറ്റിങ്ങിന് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കുറെ മറ്റേ നമ്മുടെ പൂക്കി ആളുകൾ വന്ന് ക്യാമറയിൽ എടുക്കുന്നു. എന്നിട്ട് ഈ പെൺകുട്ടിയുടെ ഈ നടിയുടെ ബാക്ക് കണ്ട് നമ്മൾ തിരിച്ചറിയണമെന്ന് പറഞ്ഞു. എന്നെ ഞെട്ടിക്കുന്ന കാര്യം അതിന്റെ താഴെ 150 കമന്റ് ആണ് ഈ നടി ഇന്ന ആളാണ്.
ഞാൻ അവരെയാണ് സ്തുതിക്കാറുള്ളത്. ഞാൻ എല്ലായ്പ്പോഴും വിചാരിക്കാറുണ്ട് ദൈവമേ കറക്റ്റായിട്ടേ. അതും ഈ നടിയെ കണ്ട് തിരിച്ചറിഞ്ഞാന്ന് പറഞ്ഞാൽ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇനി അവരെന്നെ മോശമായിട്ട് വിചാരിക്കുന്നു. അപ്പൊ തന്നെ എന്ത് ചെയ്യണേ, ഈ വീഡിയോ ഇട്ട് 10 സെക്കൻഡ് കമന്റ് എഴുതിയിട്ടേക്കണേ, കണ്ട ഞാൻ തിരിച്ചറിഞ്ഞു, ഞാൻ സൈഡ് ഇങ്ങനെ കാണിക്കുന്നു, മുഖം കാണിക്കാതിരിക്കുന്നു, ഏറ്റവും കൂടുതൽ മുഖം കാണിച്ചിട്ടുള്ള നടി പേര് കുഴപ്പമില്ല, ഇവര് വന്ന വണ്ടി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ പിന്നെ കുഴപ്പമില്ല. എന്തൊക്കെ നാട്ടിൽ നടക്കണം. ഒരു നടിയുടെ ബാക്ക് സൈഡ് ഇങ്ങനെ നടന്നുകൊണ്ട് കാണിച്ചിട്ട് ഈ നടിയെ നിങ്ങൾ എന്ത് ചെയ്തു? പിന്നെ മറ്റേ ഇവനിരുന്ന് കപ്പലണ്ടി കഴിക്കുന്നു. ആര്? നമ്മുടെ ആസിഫ് അലി ഒരു കാര്യം കപ്പലണ്ടി കഴിക്കുന്നു, വേണ്ട എത്ര ലാളിത്യത്തോടെ കപ്പലണ്ടി കഴിക്കുന്നു. പിന്നെ കപ്പലണ്ടി വായിലൂടെ അല്ലാതെ പിന്നെ വേറെ എങ്കിലും കഴിക്കാൻ പറ്റും? കപ്പലണ്ടി കണ്ട വായിലിട്ട് ചവച്ചരിച്ച് കഴിക്കുന്ന പാവം ആസിഫ് അലി കണ്ടോന്നേ. ആസിഫ് അലിക്ക് തന്നെ നാണം തോന്നിയുണ്ടാവും ഇത് കണ്ടിട്ട്. ഏത് അലപലാതിയാണ് ഇത്. പിന്നെ ലാലേട്ടനെ കണ്ടപ്പോൾ ഇവർ ചെയ്തത് കണ്ടോ? എന്താണ്? കൈകൂപ്പി, അത്രേ ഉള്ളു. കൈകൂപ്പി ഒരാളെ കണ്ടപ്പോ. ഈ വക പറയണില്ല ഞാൻ ശരിക്കും. നമ്മുടെ നാട്ടിലെ ഞരമ്പിനെ വിറ്റ് ഇവര് കാശാക്കണേ, വേറെ സംഭവമൊന്നുമില്ല. നാട്ടിലുള്ള ആളുകൾ മുഴുവൻ ഇതങ്ങനെ കാണണ്ടെന്ന് തീരുമാനിച്ചാൽ നാളെ മുതൽ ഒരു മനുഷ്യൻ ഉണ്ടാവില്ല. ഇവര് സാധാരണ ഡ്രസ്സും, ഇവർക്കൊക്കെ വലിയ തലവേദന ഉണ്ട്. കാരണം ഒരു സ്റ്റൈലിസ്റ്റിനെ വിളിച്ചു വരുത്തി മേക്കപ്പ് ഒക്കെ ചെയ്ത് അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഏമമ്മയുടെ മീറ്റിങ്ങിന്. അതിന്റെ ഒന്നും ആവശ്യമില്ല. അവര് കൂളായിട്ട് വന്ന് അവിടെ വന്ന് ആ ഫുഡ് പഠിച്ച് കൈയൊക്കെ നക്കി പഠിച്ച് റെഡിയാക്കിയിട്ട് അങ്ങ് പൊക്കോളും.